Hello and welcome to Nice Academy. So 12th September 2025 ഹിന്ദുവിൽ ഇമ്പോർട്ടൻ്റ് ആർട്ടിക്കിൾസ് ആണ് ഫോക്കസ് ചെയ്തത്. നമ്മുടെ ഫസ്റ്റ് ആർട്ടിക്കിൾ won't sit idle if a wing of democracy fails to discharge duties. Supreme Court. GSP 2 Polity and Governance and GSP 2 Constitution and Governance ആയി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. അപ്പം ഈ ഒരു ആർട്ടിക്കിൾസിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് ഐഡിയൽ ആയിട്ട് ഒരിക്കലും ഇരിക്കില്ല. ദാറ്റ് മീൻസ് ഏത് തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമ്മുടെ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുകയോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡാമേജ് സംഭവിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ സുപ്രീം കോർട്ട് വെറുതെ ഇരിക്കില്ല എന്നാണ് സുപ്രീം കോർട്ട് റീസെന്റ് ആയിട്ട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡസ് നോട്ട് ഫുൾഫിൽ ഇറ്റ്സ് ഡ്യൂട്ടീസ് എസ്പെഷ്യലി ഇൻ കണ്ടക്സ്റ്റ് ഓഫ് ഗവർണേഴ്സ് ഓർ ദ പ്രസിഡന്റ് ഡിലേയിങ് ആക്ഷൻസ് ഓൺ സ്റ്റേറ്റ് ബിൽസ്. അപ്പോൾ ഈ ഒരു ആർട്ടിക്കിൾ നമ്മൾ മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഒരു പോക്കറ്റ് വീറ്റോ ഒക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രസിഡന്റ് അല്ലെങ്കിൽ ഈ ഗവർണേഴ്സ് ബില്ലുകളൊക്കെ ഡിലേ ചെയ്യുന്നതിനെ പറ്റിയിട്ട്, അതായത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചേഴ്സ് നൽകുന്ന ബില്ലുകളോ ഗവർണേഴ്സ് എസ്പെഷ്യലി ഗവർണേഴ്സ് ആണ് അത് ഡിലേ ചെയ്യാറുള്ളത്. അതിന് അസെന്റ് കൊടുക്കാതെ ഡിലേ ചെയ്യുന്നതിനൊക്കെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് സുപ്രീം കോർട്ട് ഈ ഒരു ന്യൂസിൽ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് stressed that no authority is above the law and reaffirmed faith in separation of powers. അപ്പം ഒരു അതോറിറ്റിയും നിയമത്തെക്കാൾ മുകളിലല്ല എന്ന് വീണ്ടും സുപ്രീം കോർട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു അതോറിറ്റിയും, അതായത് ഗവൺമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതോറിറ്റി ആയിക്കോട്ടെ, ഒരിക്കലും നമ്മുടെ നിയമത്തിന്റെ മുകളിലായിരിക്കില്ല. ഒരു മെയിനായിട്ട് എംഫസൈസ് ചെയ്തിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജുഡീഷ്യൽ ഇന്റർവെൻഷൻ ഈസ് ജസ്റ്റിഫൈഡ് വെൻ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫെയിൽ ദെയർ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റീസ്. ദാറ്റ് മീൻസ് ജുഡീഷ്യറി നിങ്ങളുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഉണ്ടെന്ന് കരുതുക. ഗവൺമെന്റ് ഉണ്ടാക്കുന്ന നിയമങ്ങളോ കാര്യങ്ങളിലോ എപ്പോഴാണ് ഒരു സുപ്രീം കോർട്ട് ഇടപെടുന്നത്? സുപ്രീം കോർട്ട് ഇടപെടുന്ന കാര്യം എന്ന് വെച്ചാൽ ജുഡീഷ്യറി ഇടപെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു നിയമങ്ങളോ ആ ഒരു കാര്യങ്ങളോ കോൺസ്റ്റിറ്റ്യൂഷണൽ റെസ്പോൺസിബിലിറ്റി, അതായത് ഗവൺമെന്റ് റൺ ചെയ്യുന്നത് എന്തിന്റെ ബേസ് ചെയ്തിട്ടാണ്? നമ്മുടെ ഭരണഘടനയുടെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഒക്കെ റൺ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫെയിലിയേഴ്സുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ആരിടപെടുന്ന പറഞ്ഞിട്ടുള്ളത്? സുപ്രീം കോർട്ട് ഇടപെടാം, അല്ലെങ്കിൽ ജുഡീഷ്യറി അതിൻ്റെ അകത്ത് ഇന്റർവൈൻ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പോലും സ്റ്റേറ്റുകളൊക്കെ നൽകുന്ന ബില്ലുകൾ ഗവർണേഴ്സ് പെൻഡിങ് ആയിട്ട് വെക്കുന്നു. അപ്പൊ ഗവർണേഴ്സ് പെൻഡിങ് വെക്കുന്ന സമയത്ത് സ്റ്റേറ്റിന് ആ ഒരു നിയമം പാസ്സാക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ റെസ്പോൺസിബിലിറ്റി ആണ് ആ സ്റ്റേറ്റിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഇടപെടുകയും ഏപ്രിൽ 2025 ജഡ്ജ്മെന്റിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 3 months ഡെഡ് ലൈൻ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ബില്ലുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ഗവർണേഴ്സിന് നൽകുകയാണെന്നുണ്ടെങ്കിൽ, ഗവർണേഴ്സ് ഓർ പ്രസിഡന്റ്, ഇവിടെ 2 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ബട്ട് കേസ് വന്നിരിക്കുന്നത് ഗവർണേഴ്സിന് അണ്ടറിലായിരുന്നു. അപ്പൊ ഗവർണേഴ്സിന്റെ അടുത്തോ അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ അടുത്തോ അസെന്റിന് വേണ്ടിയിട്ട് ഒരു ബില്ല് അവതരിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വിത്തിൻ 3 months, അതിന്റെ ഡെഡ് ലൈൻ പറഞ്ഞിരിക്കുന്ന കാര്യം 3 months പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ അതിന് അസെന്റ് നൽകുകയോ അല്ലെങ്കിൽ തിരിച്ചയക്കുകയോ ചെയ്യണം. ഒരിക്കലും അത് ഒരു പോക്കറ്റ് വീറ്റോ കണ്ടീഷൻസിൽ വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ കാരണം ഈ ഒരു കാര്യം നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ അത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സമയം വേണമെങ്കിലും ആ ഒരു ബില്ല് ഗവർണറിന്റെ അണ്ടറിൽ പിടിച്ചു നിർത്താം. അതിനൊരു ടൈം ലൈൻ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് സുപ്രീം കോർട്ട് ഇടപെട്ടിട്ട്, അതായത് ഈ ഒരു ബില്ലിൽ നിങ്ങൾക്ക് 3 മാസം മാത്രമേ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, the court observed that governors cannot indefinitely delay important state legislation under the pretext of further deliberation as it disturbs the intended federal harmony and governance. ഇപ്പൊ കോർട്ട് ഒബ്സർവ് ചെയ്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാലും ഗവർണേഴ്സ് ഒരു പരിധിയിൽ കൂടുതൽ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു ബില്ലുകളെ പിടിച്ചു നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ പിടിച്ചു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫെഡറൽ സ്ട്രക്ചർ തന്നെയാണ് ബാധിക്കുന്നത്. എന്താണ് ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്? സ്റ്റേറ്റുകളിൽ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രലില് യൂണിയൻ ഗവൺമെന്റും. സോ ഈ യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ തമ്മിലുള്ള ഒരു ഹാർമണി, ഒരു സന്തോഷത്തോടുള്ള എന്താണ് ഒരു ഭരണത്തിനെയാണ് നമ്മൾ ഫെഡറൽ സ്ട്രക്ചർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യൻ ഫെഡറൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തൊരു ഹാർമണി അല്ലെങ്കിൽ സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റേറ്റ് ഗവൺമെന്റ് ഒക്കെ പാസ് ചെയ്യുന്ന ബില്ലുകൾ നിങ്ങളിങ്ങനെ വിത്ത് ഹോൾഡ് ചെയ്യാൻ പാടില്ലെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു കേസ് സുപ്രീം കോടതിയിലേക്ക് വന്ന സമയത്ത് ഒബിയസ്ലി ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഒരാളുണ്ടായിരിക്കും സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട്. സാധാരണ ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് കാര്യങ്ങൾ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരാളാണ് അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ വേണമെങ്കിൽ ആരാണ് അറ്റോർണി ജനറൽ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ഗവർണറിന്റെ ഭാഗത്ത് നിന്ന് വരുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വരുന്നൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു വക്കീലായിരിക്കും അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ വക്കീലായിരിക്കും അറ്റോർണി ജനറൽ എന്ന് പറയുന്നത്.
അപ്പൊ അറ്റോർണി ജനറൽ സുപ്രീം കോടതി കേസിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യം, വൺ സൈസ് ഫിറ്റ്സ് ഓൾ. അതായത് ഒരു നിയമം എല്ലാ റെഗുലേഷൻസിനും നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. വൺ സൈസ് ഫിറ്റ്സ് ഓൾ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടീഷൻസ് നമുക്ക് പാലിക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് സുപ്രീം കോടതി പറഞ്ഞു ഏത് ബില്ലായിക്കോട്ടെ 3 മാസം മാത്രമാണ് ഡെഡ് ലൈൻ നൽകാൻ സാധിക്കുകയുള്ളൂ. ഡെഡ് ലൈൻ തരുന്നത് 3 മാസം മാത്രമാണ്. ബട്ട് ആ ഒരു 3 മാസ ടൈം പീരീഡ് എല്ലാ ബില്ലിലും സാധിക്കില്ല. അതായത് സുപ്രീം കോടതി പറഞ്ഞു 3 മാസം കൊണ്ട് ഏത് ബില്ലായിക്കോട്ടെ നിങ്ങൾ അതിന് അസെന്റോ അല്ലെങ്കിൽ അത് തിരിച്ചയക്കുകയോ വേണം. സോ യൂണിയൻ ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞു അത് സാധിക്കില്ല. ചില ബില്ലിന് വ്യക്തമായ ടൈം ലിമിറ്റ് വേണ്ടി വരും. ബിക്കോസ് എന്തുകൊണ്ടാണത്? അത് കണ്ട സ്പെസിഫിക് കോംപ്ലക്സിറ്റീസ് അറിഞ്ഞിരിക്കും. ദാറ്റ് മീൻസ് കോംപ്ലക്സിറ്റീസ് അറിഞ്ഞിരിക്കുന്ന ബില്ലുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ 3 മാസത്തിൽ കൂടുതൽ വേണ്ടി വരും അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് യൂണിയൻ ഗവൺമെന്റ് ഒപ്പോസ് ചെയ്ത കാര്യം 3 മാസ ടൈം ലൈന് എല്ലാ നിയമങ്ങൾക്കും ഒരുപോലെ ബാധിക്കില്ല, എല്ലാ നിയമങ്ങളും ഒരുപോലെ കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒന്നുകൂടി അറ്റോർണി ജനറൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കുന്ന കാര്യം, അതായത് ഗവർണർക്കോ പ്രസിഡന്റിനോ ഈ ഒരു പവർ നൽകിയിരിക്കുന്ന, കോൺസ്റ്റിറ്റ്യൂഷൻ ഈ പവർ നൽകിയിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റുകളൊക്കെ ഉണ്ടാക്കുന്ന ബില്ലുകൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റാൻഡേർഡ്സിനെ മറികടക്കുകയോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്രത്തോളം ടൈം ലിമിറ്റ് നമ്മൾ ചോദിക്കുന്നത് എന്നാണ് നമ്മുടെ അറ്റോർണി ജനറൽ, യൂണിയൻ ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി ഫെഡറൽ expectation and harmonious relations. The constitution framers expected governors to act in consultation and harmony with elected state governments, ensuring efficient and democratic government functioning. അപ്പൊ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കിംഗ് സമയത്ത്, അതായത് ഭരണഘടന ഉണ്ടാക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ, ഇവൻ ബി ആർ അംബേദ്കർ ആണെങ്കിൽ പോലും ഈ ഒരു ബില്ലുകൾ വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടൈം ലൈന് അവർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ് എന്താണ് ചിന്തിച്ചിരിക്കുന്ന കാര്യം, ഗവർണേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഒരിക്കലും അത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുകളിലുള്ള തലപ്പത്തിരിക്കുന്ന പദവിയിലിരിക്കുന്ന ആള് എന്നല്ല പറയുന്നത്. ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള, അതായത് ഫെഡറൽ സ്ട്രക്ചർ, യൂണിയൻ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ബന്ധം കുറച്ചുകൂടി സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗവർണേഴ്സിനെ അവിടെ സ്ഥാപിക്കുന്നത്. എന്ന രീതിയിലായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ഗവർണേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു ടൈം ലിമിറ്റ് അവർ വയ്ക്കാതിരുന്നത്. ഓക്കെ, സുപ്രീം കോടതി ഹൈലൈറ്റഡ് ദ നീഡ് ഫോർ ബാലൻസ്. അതായത് ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് കാര്യങ്ങളാണെങ്കിലും യൂണിയൻ ഗവൺമെന്റ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആയിക്കോട്ടെ, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള അപ്രോച്ച് മാത്രമേ ഫോക്കസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ സുപ്രീം കോടതി ഇപ്പൊ പറഞ്ഞ കാര്യം ഞങ്ങളിപ്പോ ചെയ്തിരിക്കുന്നത് ജുഡീഷ്യൽ ആക്ടിവിസം ആണ്. ജുഡീഷ്യൽ ആക്ടിവിസം മീൻസ് ഗവൺമെന്റിന്റെ അണ്ടറിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതായത് ഒരു ബില്ല് പാസ്സാക്കുന്നു, അത് വിത്ത്ഹോൾഡ് ചെയ്യുന്നു, എന്തോ ആയിക്കോട്ടെ, ആ ഒരു കാര്യത്തിന്റെ അകത്ത് ജുഡീഷ്യറി അപ്രോച്ച് എടുക്കുന്ന കാര്യത്തിനാണ് നമ്മൾ ജുഡീഷ്യൽ ആക്ടിവിസം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജുഡീഷ്യൽ ടെററിസം ആയിട്ട് മാറ്റരുത് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് ഞങ്ങൾ ഇതിനകത്ത് ഇന്റർവെൻ ചെയ്ത് നിങ്ങളുടെ ഗവൺമെന്റ് കാര്യങ്ങളിലൊക്കെ സംസാരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതൊരു ടെററിസ്റ്റ് ആക്ടിവിറ്റി ആയിട്ടൊക്കെ തോന്നും. അതുകൊണ്ട് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും ഒരു ജുഡീഷ്യൽ ടെററിസം അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, കോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെക്സ് ആൻഡ് ബാലൻസിൽ എന്തെങ്കിലും ബ്രേക്ക് വരികയാണ്, അല്ലെങ്കിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ കാര്യങ്ങൾ എന്തെങ്കിലും ബ്രേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജുഡീഷ്യറി അതിനകത്ത് ഇടപെടും. ബിക്കോസ് നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ആയിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. ജസ്റ്റ് ആ ഒരു 3 months ഡെഡ് ലൈൻ സുപ്രീം കോടതി നൽകുന്ന സമയത്ത് യൂണിയൻ ഗവൺമെന്റിന് ആർഗ്യുമെന്റ് എന്തായിരുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രം. ഓക്കെ, മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. A project of strategic and national importance. GSP 2 Polity and Governance, 3 Economy, Infrastructure and Environment. ഇപ്പോൾ ഈ ആർട്ടിക്കിൾസിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു നിക്കോബാർ ഐലൻഡ്സ്, ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ ഒരു പ്രോജക്റ്റ് ഗവൺമെന്റ് കൊണ്ടുവരുന്നുണ്ട്. ഏകദേശം 14.2 മില്യൺ രൂപയുടെ ഒരു വളരെ വലിയൊരു പ്രൊജക്റ്റ് ആണ് നമ്മുടെ ഗ്രേറ്റ് നിക്കോബാറിൽ നടത്തുന്ന പ്രൊജക്ട്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലാണ് ഈ പ്രൊജക്ട് നടക്കുന്നത്. ആ പ്രൊജക്ടിന്റെ പേരാണ് ദ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട്. ഓക്കെ, ദ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമാണ് ഗവൺമെന്റിന്റെ. ഓക്കെ, അപ്പൊ ഇതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും, ലക്ഷദ്വീപൻ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സുകൾ, അതായത് മറ്റ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനുമായിട്ട് വളരെ പെട്ടെന്ന് ഇന്ത്യക്ക് ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. അപ്പം ഈ പറഞ്ഞിരിക്കുന്ന അത്രത്തോളം വളരെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ, ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ അത്രത്തോളം ഡെവലപ്മെന്റ് ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഡിഫൻസ് സിസ്റ്റം, അതുപോലെ തന്നെ ഒരു എയർ സ്പേസ്, അതുപോലെ തന്നെ ഒരു കപ്പലൊക്കെ റീഫ്യൂൽ ആവശ്യമായിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് സാധിക്കും, 2 തരത്തിൽ ഇൻകംസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെ? സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷനിലേക്ക് പോകുന്ന ചരക്ക് കപ്പലിലേക്കുള്ള ഇന്ധനം നിറക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ സഹായം തേടാം, അല്ലെങ്കിൽ ഇന്ത്യക്ക്
ഇവിടെ നിന്ന് കൊണ്ട് തന്നെ മറ്റ് രാജ്യങ്ങളെ വീക്ഷിക്കാനോ അല്ലെങ്കിൽ ഇന്ത്യയുടെ മാരിടൈം സെക്യൂരിറ്റി എൻഷുർ ചെയ്യാനോ സാധിക്കും. സോ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡ് പ്രൊജക്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതിന്റെ കുറച്ച് ഫാക്ച്വൽ പോയിന്റുകൾ ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ എഴുതണമെന്ന് നിർബന്ധമില്ല. 14.2 മില്യൺ TEU കപ്പാസിറ്റി, ഗ്രീൻഫീൽഡ് എയർപോർട്ട്, 450 മെഗാവാട്ട് ഗ്യാസ് ആൻഡ് സോളാർ പവർ പ്ലാന്റ്, അങ്ങനെ ഏകദേശം 16,610 ഹെക്ടേഴ്സിലാണ് ഈ ഒരു പ്രൊജക്ട് സ്ഥാപിക്കാൻ പോകുന്നത്. അപ്പൊ ഈ പ്രൊജക്ടിന്റെ മെയിൻ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാൻസ്ഫോം ഗ്രേറ്റ് നിക്കോബാർ ഇൻറ്റു സ്ട്രാറ്റജിക് മാരിടൈം ഡിഫൻസ് ആൻഡ് എയർ കണക്ടിവിറ്റി ഹബ്. അതായത് നിക്കോബാർ, ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ എന്താക്കി മാറ്റാനാണ്? ഒരു മാരിടൈം സെക്യൂരിറ്റി അല്ലെങ്കിൽ ഡിഫൻസ് അല്ലെങ്കിൽ എയർ കണക്റ്റീവ് ഹബ്ബായിട്ട് മാറ്റുക. അങ്ങനെ ഇന്ത്യയുടെ സെക്യൂരിറ്റി എൻഷുർ ചെയ്യാം, എക്കണോമിക് ഗ്രോത്ത് എൻഷുർ ചെയ്യാം, റീജിയണൽ ഇൻഫ്ലുവൻസ്. അപ്പൊ ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ആവശ്യമായിട്ട് എല്ലാ ഫെസിലിറ്റീസും ഗ്രേറ്റ് നിക്കോബാറിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലേക്കുള്ള ചാൻസും അല്ലെങ്കിൽ വഴിയൊക്കെ വളരെ റൂട്ടൊക്കെ വളരെ ഈസി ആയിട്ട് എത്താൻ സാധിക്കും അല്ലെ. അപ്പൊ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റു കുറച്ച് പോയിന്റുകളുണ്ട്. ആ പോയിന്റുകൾ പറയുന്നത് ഏകദേശം ഇത്രത്തോളം സ്ക്വയർ കിലോമീറ്ററിലാണ് ഈ ഒരു പ്രൊജക്ട് ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. സോ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയി നോക്കണമെന്നില്ല. നെക്സ്റ്റ് നോക്കുന്നത് ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രത്തോളം വലിയൊരു പ്രൊജക്ട് ഉണ്ടെങ്കിൽ പോലും ഏകദേശം 151 കോടി രൂപ ഓൾറെഡി നമ്മുടെ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആൻഡ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ പ്ലാനുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഓൾറെഡി ഗവൺമെന്റ് ചെലവഴിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ എത്ര വലിയ പ്രൊജക്ടുകൾ ഉണ്ടെങ്കിൽ കാരണം ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എന്ന് പറയുന്നത് ഒരുപാട് എൻഡമിക് ആയിട്ടുള്ള സ്പീഷീസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു ഏരിയ ആണ്. അത്രത്തോളം ജൈവ വൈവിധ്യമായിട്ടുള്ള ഏരിയ ആണ് ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡുകൾ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ 151 കോടി രൂപയോളം ഗവൺമെന്റ് അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതായത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ, നിലവിലുള്ള ഒരു വൈൽഡ് ലൈഫിനെയും ബാധിക്കരുത്, അതുപോലെ തന്നെ എൻവയോൺമെന്റൽ സേഫ് ഗാർഡ്സുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ നിക്കോബാർ പ്രൊജക്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ ആ ഒരു കാര്യങ്ങൾക്കുള്ള ഫണ്ട് ഗവൺമെന്റ് നൽകുകയും ആ ഒരു പ്രൊജക്ടുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇതിൽ എൻവയോൺമെന്റൽ, ട്രൈബൽ ആൻഡ് പോളിസി സേഫ് ഗാർഡ്സുകൾ. അപ്പം ഏതൊരു എൻവയോൺമെന്റിലോ ഏതൊരു ഏരിയയിലോ നമ്മളൊരു പ്രൊജക്ട് ചെയ്യുന്ന മുന്നേ ചെയ്യുന്ന ഒരു കാര്യമാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്, EIA. ഓക്കെ, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പ്രിലിംസ് നോട്ടിൽ എഴുതാട്ടോ. എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്. ഓക്കെ, എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ്, റിസ്ക് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റഡീസ് ആൻഡ് കൺസൾട്ടേഷൻ വിത്ത് യൂണിയൻ മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. അപ്പം ഈ ഒരു ഗ്രേറ്റ് നിക്കോബാർ എന്ന് പറഞ്ഞിരിക്കുന്നത് വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഐലൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയൊരു പ്രൊജക്ട് ഇറക്കുന്നതിന് മുന്നേ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് നടത്തിയിരിക്കണം. ആ പ്രൊജക്ട് കൊണ്ട് എന്തൊക്കെയാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് നടക്കാൻ പോകുന്നത്, അതാണ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റഡീസ്. ഇത്തരത്തിലുള്ള പ്രൊജക്ട് വന്നു കഴിഞ്ഞാൽ അവിടെ എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാവുക സാധ്യതയുണ്ടോ, ഭൂമികുലുക്കോ അല്ലെങ്കിൽ മറ്റു വെള്ളപ്പൊക്കോ അങ്ങനെ സുനാമിയോ പോലത്തെ കാര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടോ, അങ്ങനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്റ്റഡീസ് വേണം. അതുപോലെ തന്നെ യൂണിയൻ മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സ്. പിന്നെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിൽ നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ ആയിട്ടുള്ള കുറച്ച് ട്രൈബൽ കാറ്റഗറി ഉണ്ട്. ഷോംപെയിൻ, അതുപോലെ തന്നെ ജാർവ എന്ന് പറഞ്ഞിരിക്കുന്ന അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ട്രൈബൽസുകളെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു പ്രൊജക്ട് വരുന്ന സമയത്ത് അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻഡിജിനസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കോട്ടം തട്ടാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മിനിസ്റ്ററി ഓഫ് അല്ലെങ്കിൽ യൂണിയൻ മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സുമായിട്ട് കൂടി കൺസൾട്ടേഷൻ ചെയ്തിരിക്കണം. കാരണം ട്രൈബൽസിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഐഡിയോളജി അല്ലെങ്കിൽ ഒരു കൾച്ചർ ആയിരിക്കും അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും വലിയൊരു ടെക്നോളജിക്കൽ പ്രൊജക്റ്റുകളൊക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ആ ട്രൈബൽസിന് ഒരു രീതിയിലും അവരുടെ കൾച്ചറിൽ എഫക്ട് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മിനിസ്റ്റർ ഓഫ് ട്രൈബൽ അഫയേഴ്സുമായിട്ട് കൂടി എന്ത് ചെയ്യണം, ഡിസ്കസ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് ഓൾറെഡി ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു നിയമമാണ്. The project aligns with the Champagne policy and Jarwa policy, mandating extensive consultation and welfare measure for the indigenous tribes. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഷോംപെയിൻ, ജാർവ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന പല ട്രൈബൽ കാറ്റഗറി അവിടെ ഉണ്ട് ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്ട് ഇറക്കുന്നതിന് മുന്നേ അവരുമായിട്ടുള്ള ഒരു ഡിസ്കഷൻസ് ഒക്കെ ആവശ്യമായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ്, ആൻഡമാനിലും അത്യാവശ്യം ഫോറസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫോറസ്റ്റ് കൺസർവേഷൻ ആക്ട്, അതുപോലെ തന്നെ ഷെഡ്യൂൾ ട്രൈബ്സ് ആക്ട് തുടങ്ങിയിരിക്കുന്ന ആക്ടുകളൊക്കെ പറയുന്നത് പോലെ മാത്രമാണ് അവിടെ പ്രൊജക്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഒരു നിയമത്തിനും വയലേറ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് കൊണ്ടുപോകരുതെന്ന് ഗവൺമെന്റിനും താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആക്ടുകളൊക്കെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെലവെന്റ് ഇഷ്യൂ ആൻഡ് കമ്മ്യൂണിറ്റി പെർസ്പെക്ടീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആൻഡ് എക്കോളജിക്കൽ ബാലൻസ് ആർ കോർ. അതായത് വൈൽഡ് ലൈഫിനെ കൺസർവ് ചെയ്യുന്നതും അതുപോലെ തന്നെ നമ്മുടെ എക്കോളജിയെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകാം. അതായത് കംപ്ലീറ്റ്ലി അവിടെ നാശനഷ്ടം വരുത്താതിരിക്കുന്ന ലെവലിൽ എക്കോളജിനെ ഒരു ഇംബാലൻസ്ഡ് ആക്കി മാറ്റാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ലെവലിൽ എന്ത് ചെയ്യണം, ഗവൺമെന്റ് ആ ഒരു പ്രൊജക്ട് ചെയ്തു തീർക്കണം. അതായത് ദാറ്റ് മീൻസ് അവർ പറഞ്ഞ കാരണം പ്രൊജക്ട് ഗവൺമെന്റ് ക്ലെയിംസ് ദാറ്റ് പ്രൊജക്ട് വോണ്ട് ഹാം എൻഡമിക് സ്പീഷീസ് ഓർ ട്രൈബൽ ഹാബിറ്റാറ്റ്സ്. അതായത്
ഈ പ്രൊജക്ട് കൊണ്ട്, ഗ്രേറ്റ് നിക്കോബാർ പ്രൊജക്ട് കൊണ്ട് ഒരിക്കലും അവിടെയുള്ള ട്രൈബൽ ഹാബിറ്റാറ്റ്സിന്, ട്രൈബൽസിന് ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ മാത്രം കണ്ടുവരുന്ന പലതരത്തിലുള്ള എൻഡമിക് സ്പീഷീസുകൾ ഉണ്ട്. ഓക്കെ, എൻഡമിക് സ്പീഷീസ് വെച്ചാൽ അവിടെ മാത്രം കണ്ടുവരുന്ന സ്പീഷീസുകളാണ് എൻഡമിക് സ്പീഷീസ് എന്ന് പറയുന്നത്. അതിനൊന്നും ഒരു തരത്തിൽ ഹാനികരം വരുത്തില്ല. അതൊക്കെ ഞങ്ങൾ സ്റ്റഡി ചെയ്തതിനു ശേഷം മാത്രമാണ് ഈ പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്നുള്ള ഓൾറെഡി ഗവൺമെന്റ് എൻഷുർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആക്റ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റൽ ഗ്രൂപ്പ്സിന്റെയും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സപ്പോർട്ടിനൊക്കെ ആവശ്യമായിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രൊജക്ട് ലോഞ്ച് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഓൺഗോയിങ് സ്റ്റഡീസ് ആൻഡ് പബ്ലിക് കൺസൾട്ടേഷൻ ആർ ഇൻ പ്ലേസ് ടു അഡ്രസ് പൊട്ടൻഷ്യൽ സോഷ്യൽ ആൻഡ് എക്കോളജിക്കൽ ഇമ്പാക്ട്സ്. അപ്പം ഈ സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രൊജക്ട് കൊണ്ട് ആൻഡമാനിൽ ഒരു ഇഷ്യൂസ് സംഭവിക്കില്ല എന്നുള്ള സ്റ്റഡീസ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു തേർഡ് ആർട്ടിക്കിൾ, ദ ഹെൽത്ത് ചെക്ക് ഫോർ ന്യൂ GST ഹെൽത്ത് കെയർ റിഫോംസ്. ഈ ഒരു ആർട്ടിക്കിൾസിൽ കുറച്ചൊരു പോയിന്റുകൾ മാത്രമാണ് നമുക്ക് നോക്കാനുള്ളത്. ദാറ്റ് മീൻസ് റീസെന്റ് ആയിട്ട് GST റീഫോർമേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നു ഗവൺമെന്റിൽ. അപ്പം ഇതിനെ GST ഹെൽത്ത് കെയർ റിഫോംസ്, മെയിൻ ആയിട്ട് പറയുന്നത് GST ഹെൽത്ത് കെയർ റിഫോംസ് ആണ്. ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകൾക്കൊക്കെ അത്യാവശ്യം GST കുറച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ മെയിൻ ആയിട്ട് നമ്മുടെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ്, അപ്പൊ നമ്മൾക്ക് എല്ലാവർക്കും ഹെൽത്ത് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഫാമിലി ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള ഇൻഡിവിജ്വൽ ഹെൽത്ത് ആൻഡ് ലൈഫ് ഫാമിലി ഇൻഷുറൻസുകൾക്കൊക്കെ എന്ത് ചെയ്യാണ്, പ്രീമിയം കുറയ്ക്കുകയാണ്. പ്രീമിയം കുറക്കാന്നല്ല, GST കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്തു. അതായത് ഇനി നിങ്ങൾക്ക് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് GST അടക്കേണ്ട ആവശ്യമായിട്ട് വരുന്നില്ല. കാരണം ഏകദേശം 18% ആയിരുന്നു ആദ്യം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരിക്കുന്ന GST എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ ഒരു 18% കംപ്ലീറ്റ്ലി ഗവൺമെന്റ് എടുത്തു കളയാണ്. അതായത് ഇനി ഈ ഒരു ഹെൽത്ത് ആൻഡ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയത്തിന് GST ഉണ്ടായിരിക്കില്ല. സെപ്റ്റംബർ 22 മുതൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. ഏകദേശം 18% ചീപ്പർ ആയിരിക്കും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യാന്ന് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഓൾ ടൈപ്സ് ഓഫ് ഇൻഡിവിജ്വൽ ലൈഫ് പ്രീമിയം, ULIP, എൻജോയ്മെന്റ്, ടേം പോളിസി, ഫാമിലി ഫ്ലോട്ടേഴ്സ്, ഏതോ ആയിക്കോട്ടെ എല്ലാത്തിനും. ഓക്കെ, സോ ചില പോളിസികൾ എന്താണ് ഈ ഇൻഷുറൻസ് സ്കീമിന്റെ അകത്ത് എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ 18% റിഡക്ഷനിൽ നിന്ന് ചില പോളിസികൾ മാത്രം എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചില പോളിസികൾ മാത്രമാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എസെൻഷ്യൽ ഹോസ്പിറ്റൽ സർവീസ് ആൻഡ് കോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ്സ് റിമെയിൻസ് GST exempt. ഓൺലി പ്രീമിയം ഇൻ പേഷ്യന്റ് അക്കോമഡേഷൻ ഇസ് ടാക്സ്ഡ് ആസ് വാസ് ഇൻ ദ കേസ് സിൻസ് 2022. അപ്പോൾ ഓൾറെഡി ഉള്ള പോലെ തന്നെ ഹോസ്പിറ്റൽ, എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസ് ആയിക്കോട്ടെ, കോർ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആയിക്കോട്ടെ, ആ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ കംപ്ലീറ്റ്ലി GSTയിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി GST നൽകേണ്ട ആവശ്യമില്ല. എസെൻഷ്യൽ ആയിട്ടുള്ള നമ്മളൊരു ഹോസ്പിറ്റൽ കേസിനൊക്കെ പോകുന്ന സമയത്ത് GST നൽകേണ്ട ആവശ്യമായിട്ടില്ല. എപ്പോഴാണ് GST നൽകേണ്ടത്? നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു പ്രീമിയം സെറ്റപ്പ് എനിക്ക് ആവശ്യമായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അതിന് നമ്മൾ ടാക്സ് നൽകേണ്ട, GST നൽകേണ്ട ആവശ്യം വരും. അതായത് പ്രീമിയം ഇൻ പേഷ്യന്റ് അക്കോമഡേഷൻ. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് എനിക്ക് പ്രീമിയം റൂമൊക്കെ വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തായാലും അതിനൊരു ലക്ഷറി റൂമൊക്കെയാണ് നിങ്ങൾക്ക് ഹോസ്പിറ്റൽസിൽ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തായാലും GST ടാക്സ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഹെൽത്ത് കെയർ കോസ്റ്റ്, ഹെൽത്ത് കെയർ പ്രൊഡക്ട്സിന് GST ഓൺ മെഡിസിൻസ്. ഇപ്പൊ മെഡിസിൻസിന് ഓൾറെഡി 12% നമുക്ക് GST ഉണ്ടായിരുന്നത്, അത് 5% കുറക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ടാക്സ് ഓൺ ലൈഫ് സ്റ്റൈൽ ഡ്രഗ്സ് ഫോൾസ് ടു 0. അതായത് ലൈഫ് സ്റ്റൈൽ ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡയബറ്റീസിനൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കൊളസ്ട്രോൾ, പ്രഷറിനൊക്കെ ഉപയോഗിക്കുന്ന ചില മെഡിസിൻസ് ഒക്കെ ഉണ്ട്. ആ മെഡിസിൻസ് ഒക്കെ റേറ്റ് കംപ്ലീറ്റ്ലി കുറഞ്ഞു. കാരണം അതിന്റെയൊക്കെ GST എന്ന് പറഞ്ഞിരിക്കുന്ന 5% ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പം കംപ്ലീറ്റ്ലി 0, അതായത് GST അതിന്റെ മുകളിൽ ലെവി ചെയ്യുന്നില്ല. ഓക്കെ, പർട്ടിക്കുലർ മെഡിസിൻസിന് മാത്രമാണ് 12% ഉണ്ടായിരിക്കുന്ന മെഡിസിൻസിന് അതെന്ത് ചെയ്തു, ടാക്സ് കട്ട് ചെയ്ത് 5% കുറച്ചിരിക്കുകയാണ്. ഇനി മെഡിക്കൽ എക്യുപ്മെന്റ്സ് നമ്മുടെ ഡയഗ്നോസ്റ്റിക്സ്, അതായത് CT സ്കാൻ കിറ്റ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ 5% GST സ്ലാബിലേക്ക് കുറച്ച് വരികയാണ്. കാരണം ഓൾറെഡി ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ 18% GST ഉണ്ടായിരുന്നത്. ആ 18% നിന്ന് കുറച്ച് എവിടെ കൊണ്ടുവരികയാണ്, 5% GST സ്ലാബിലേക്ക് കൊണ്ടുവരികയാണ്. ഹോസ്പിറ്റൽസ്, ലാബ്സ് ആൻഡ് ഫാർമസീസ് ആർ എക്സെംപ്റ്റഡ് ടു റീനെഗോഷിയേറ്റ് പ്രൈസ് ടേംസ് വിത്ത് ഇൻഷുറൻസ് റിഡ്യൂസിംഗ് കോസ്റ്റ് ഫോർ പേഷ്യൻസ്. അപ്പം അതായത് ഈ ഒരു GST റിഫോംസ് നടത്തിയ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടിയിട്ടുള്ളത് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളിലാണ്. അപ്പൊ ഇവിടെ നോക്കേണ്ട കാര്യം ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ഏതൊക്കെയായിരുന്നു? ഒന്ന് ഇൻഷുറൻസ്, സെക്കൻഡ് എസെൻഷ്യൽ ആയിട്ടുള്ള ഹോസ്പിറ്റൽ സർവീസസ്, തേർഡ് കണ്ടീഷൻസ് മെഡിസിൻസുകൾ, പിന്നെ ഡയഗ്നോസിസ് കിറ്റുകൾ. അങ്ങനെ 4 പോയിന്റുകളായിട്ട് നിങ്ങളുടെ നോട്ടിൽ എഴുതാൻ ശ്രമിക്കുക കേട്ടോ. ഏതൊക്കെയാണ് GST എക്സെംപ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഒരു എക്സെംഷൻസ് കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് സൊസൈറ്റിയിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ. ഓക്കെ, സോ ഇനി മറ്റു കുറച്ച് GST എക്സെംഷൻ ഉണ്ടായിരുന്നു. പ്രിവെന്റീവ് ആൻഡ് എവറിഡേ ഹെൽത്ത് ബെനിഫിറ്റ്സ്. ഇപ്പൊ GST ഓൺ ജിമ്മ്, സലൂൺസ്, വെൽനസ് ആൻഡ് പ്രിവെന്റീവ് ഹെൽത്ത് സർവീസിലൊക്കെ GST 18% നിന്ന് 5% കുറച്ചിരിക്കുകയാണ്. ഓക്കെ, ഇനി ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ റേറ്റ് കുറഞ്ഞോ എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നൽകുന്ന GST ബില്ലാണെന്നുള്ള കാര്യങ്ങൾ മാത്രം എൻഷുർ ചെയ്തിട്ട്
അവിടെ പോയിട്ട് 18% 5% കുറച്ചു എന്ന് പറയാൻ നിൽക്കുക. ഓക്കെ, സോ പേഴ്സണൽ കെയർ അതുപോലെ തന്നെ ഹൈജീൻ ഐറ്റംസ്, സോപ്പ് ബാർസ്, ടൂത്ത് പേസ്റ്റ്, ഷാംപൂ, ഷേവിംഗ് ക്രീം തുടങ്ങിയ കാര്യങ്ങൾ 5% മാത്രമാക്കി മാറ്റി. GST കുറച്ചു. അതായത് ആദ്യം 12% 18% ആയിരുന്നു ഇതിന്റെ GST എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് കുറച്ച് 5% എത്തിയിരിക്കുകയാണ്. ബട്ട് സിഗരറ്റ് അതുപോലെ തന്നെ മറ്റ് ഷുഗറി ഡ്രിങ്ക്സ് അതുപോലെ തന്നെ സിൻ ഗുഡ്സ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഹയസ്റ്റ് GST സ്ലാബത്തിന്, അതായത് 88% ടാക്സ് പ്ലസ് GST പിന്നെ സെസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള എലിമെന്റ്സിന്റെ GST റിഡക്ഷൻ എന്ന് നടത്തിയിട്ടുള്ള കുറച്ചുകൂടി കൂട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ ബ്രോഡർ ഹെൽത്ത് പോളിസി ഇംപ്ലിക്കേഷൻസ്. ദീസ് റിഫോംസ് സപ്പോർട്ട് ഇന്ത്യസ് യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് മിഷൻ അഡ്രസ്സിംഗ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹഡിൽസ്. അപ്പം ഇത്തരത്തിലുള്ള ഹെൽത്ത് കെയർ പ്രൊഡക്റ്റിന്റെ GST റേറ്റ് കുറക്കുക, അതുപോലെ തന്നെ ഇൻഷുറൻസിന്റെ റേറ്റ് കുറക്കുക, മെഡിസിൻസിന്റെ റേറ്റ് കുറക്കുക എന്ന് പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് ഇത്രയും വലിയ ഹെൽത്ത് കെയർ സപ്പോർട്ടിന് ആവശ്യമായിട്ടുള്ള പൈസ പലപ്പോഴും ആളുകളുടെ ഉണ്ടാവാറില്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽത്ത് എമർജൻസി വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഡ്രെയിൻ ചെയ്യാൻ പോകുന്ന ഒരു റവന്യൂ മാത്രമേ ചിലപ്പോൾ നമ്മുടെ വീടുകളിലേക്ക് ഉണ്ടായിരിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്രത്തോളം ടാക്സുകൾ കട്ട് ചെയ്തതിലൂടെ തന്നെ ഒരു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചേഴ്സ്, ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന സമയത്താണ് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചേഴ്സ് നമുക്ക് കുറക്കാൻ സാധിക്കും. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്ത്യ മുന്നേ ഫോക്കസ് ചെയ്യുന്ന കാര്യം യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് മിഷൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഹെൽത്ത് കവറേജ് കൊണ്ടുവരാനും സാധിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു GST ടാക്സ് റിഡക്ഷൻസും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നതിന്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു ലോങ് ടേം ഗോളാണ്. ലോങ് ടേം ഗോൾ എന്ന വികസിത് ഭാരത് 2047 ആവുന്നതോടെ തന്നെ ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വികസിത് ഭാരത് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി മാറാനുള്ള എയിമിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു GST റിഡക്ഷൻ ഒക്കെ ഇപ്പോൾ നടത്തിയിട്ടുള്ളതെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു കാര്യങ്ങളാണ് ഈ ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ആർട്ടിക്കിൾ. ക്ലിയറിംഗ് ദ ഫോഗ് നീഡ് ഫോർ റിവൈസ്ഡ് സ്ട്രാറ്റജീസ് അഗെയിൻസ്റ്റ് ഈജിപ്ത് എയ്ഡ്സ് മോസ്കിറ്റോസ്. ഓക്കെ, എയ്ഡസ് മോസ്കിറ്റോസ് ട്രാൻസ്മിറ്റ് ഡെങ്കു, സീക്ക ആൻഡ് ചിക്കൻഗുനിയ. ഓക്കെ, അപ്പം മോസ്കിറ്റോസിനകത്ത് ഡിഫറെന്റ് കാറ്റഗറി നമുക്ക് അറിയാലോ. അപ്പൊ അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് ഏഡിസ് മോസ്കിറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഏഡിസ് മോസ്കിറ്റോസ് ആണ് നമുക്ക് സീക്ക, ചിക്കൻഗുനിയ, ഡെങ്കു തുടങ്ങിയിരിക്കുന്ന വൈറസുകൾ പരത്തുന്നത്. അപ്പൊ അത് ഈ ഒരു വൈറസുകളെ കൊണ്ടുള്ള ഹെൽത്ത് ബേർഡൻ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. അപ്പൊ ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള ഏഡിസ് മോസ്കിറ്റോസിനെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഔട്ട്ഡോർ ഫിമിഗേഷൻസ്, അതായത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചിലപ്പോൾ ഗവൺമെന്റ് ഒരു പുകവണ്ടിയൊക്കെ വന്നിട്ട് കംപ്ലീറ്റ്ലി പുകയ്ക്കുന്ന ഒരു പരിപാടിയൊക്കെയാണ്. അതാണ് ഔട്ട്ഡോർ ഫുമിഗേഷൻസ് എന്നൊക്കെ പറയുന്നത്. കംപ്ലീറ്റ്ലി പുകയിടുക. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടൊന്നും ആക്ച്വലി ബാക്കിയുള്ള ടൈപ്പ് ഓഫ് മോസ്കിറ്റോസ് അതിനില്ലാതാക്കുന്നുണ്ടെങ്കിൽ പോലും ഏഡിസ് മോസ്കിറ്റോസിനെ ഇതിന് നമുക്ക് കംപ്ലീറ്റ്ലി നശിപ്പിക്കാൻ സാധിക്കുന്നില്ല. ബിക്കോസ് ഇത് മെയിൻലി ഏഡിസ് മോസ്കിറ്റോസ് മെയിൻലി ആക്റ്റീവ് ആകുന്നത് ഡേ ടൈമിലാണ്. നമുക്ക് എല്ലാവർക്കും നൈറ്റ് ടൈമിലാണ് സാധാരണ കൊതുകടികൾ കൊള്ളാറുള്ളത് അല്ലെ. ബട്ട് ഈ ഒരു മോസ്കിറ്റോസിന്റെ ആക്റ്റീവായിട്ട് വരുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ടൈമിലാണ്. അതുപോലെ തന്നെ അത് ഏറ്റവും കൂടുതൽ ബ്രീഡ് ചെയ്യപ്പെടുന്നത് ഈ ഒരു അർബൻ ബ്രീഡിംഗ് സൈറ്റുകളിൽ വെള്ളമൊക്കെ കെട്ടിക്കിടക്കുന്ന സ്ഥലത്താണ് ഏഡിസ് മോസ്കിറ്റോസ് കൂടുതലും ബ്രീഡ് ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഫുമിഗേഷൻ അല്ലെങ്കിൽ ഈ പുകയിടുന്ന പരിപാടി കൊണ്ട് ഏഡിസ് പോപ്പുലേഷൻ നമുക്ക് പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏഡിസ് മോസ്കിറ്റോസിന് അത്യാവശ്യം ഫ്ലൈറ്റ് റേഞ്ച് ഉണ്ട്. ഈ ഒരു പുക ഉള്ളതിനേക്കാൾ കൂടുതൽ സ്ഥലത്തേക്ക് ഇത് പറന്ന് കളഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കും. അതുപോലെ തന്നെ കെമിക്കൽസിന്റെ റെസിസ്റ്റൻസ് ഈ ഏഡിസ് മോസ്കിറ്റോസിന് കൂടുതലാണ്. ഫിമിഗേഷൻസിലൊക്കെ പുറത്തേക്ക് വരുന്ന കെമിക്കൽസിനൊക്കെ റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഈ കൊതുകുതിരിയൊക്കെ കത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പം കൊതുകൊന്നും പോവാതിരിക്കുന്ന കണ്ടീഷൻസ് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കിക്കോളൂ, അത് കെമിക്കൽസിന് റെസിസ്റ്റൻസ് ആയിട്ടുള്ള മോസ്കിറ്റോസ് ആയിരിക്കും. അത് ഏഡിസ് പോപ്പുലേഷനിൽ വരുന്ന മോസ്കിറ്റോസ് ആയിരിക്കും മേ ബി. കാരണം അവർക്കാണ് ആ ഒരു കാറ്റഗറിക്കാണ് ഈ ഒരു കെമിക്കൽസിനൊക്കെ അത്യാവശ്യം റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന മോസ്കിറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം ലിമിറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. ഹൗസ് ഹോൾഡ് വാപ്പറൈസേഴ്സ് അതുപോലെ തന്നെ പൈത്രോയിഡ് സ്പ്രേസ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ലിമിറ്റഡ് പ്രൊട്ടക്ഷൻ നമുക്ക് നൽകുന്നുണ്ടെങ്കിൽ പോലും ഈ ഏഡിസ് മോസ്കിറ്റോസിന്റെ അറ്റാക്ക് വരുന്നത് ഡ്യൂറിങ് ഡേ ടൈമിലാണ്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കെമിക്കൽ ടോളറൻസ്, അതായത് അത്യാവശ്യം നല്ല രീതിയിൽ ഏത് തരത്തിലുള്ള കെമിക്കൽസ് യൂസ് ചെയ്താൽ പോലും ഇതിനെ നമുക്ക് നശിപ്പിക്കുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയുള്ള കാര്യമാണ്. അപ്പം ഇവൻ തോ ഇത്തരത്തിലുള്ള കൊതുകുകൾ പരത്തുന്ന പല രോഗങ്ങൾക്കും നമുക്ക് വാക്സിൻസുകൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡെങ്കു വൈറസിന് ആവശ്യമായുള്ള വാക്സിൻസിന്റെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള കൊതുകുകൾ പരത്തുന്ന രോഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വാക്സിൻസുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സീക്ക, ചിക്കൻഗുനിയ പോലെയുള്ള വൈറസുകൾക്കെതിരെയുള്ള വാക്സിൻസുകൾ നമുക്ക് ഇതുവരെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ കൊതുകടി കൊള്ളാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം. അപ്പൊ ന്യൂ അപ്രോച്ചസ് സച്ച് ആസ് യൂസിങ് വോൾബോച്ചിയ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ് ടു സപ്രസ് പോപ്പുലേഷൻ. അപ്പൊ വോൾബോച്ചിയ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ്, ഓക്കെ, ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിലിംസ് ടോട്ടൽ എഴുതാം.
വോൾബോച്ചിയ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ്. അതായത് നമ്മൾ ഒരു മോസ്കിറ്റോനെ പിടിച്ചിട്ട് അതിനെ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിന്റെ ജീനിലൊക്കെ എഡിറ്റ് വരുത്തിയിട്ട് അതിനെ നമ്മൾ തുറന്നു വിടുകയാണ്. അപ്പൊ വീണ്ടും അത് ഈ പറഞ്ഞിരിക്കുന്ന മോസ്കിറ്റോ പോപ്പുലേഷനിൽ പോവും. ചിലപ്പം ആ ഒരു പോപ്പുലേഷനെ കംപ്ലീറ്റ്ലി നശിപ്പിക്കാൻ ഈ ഒരു മോസ്കിറ്റോന് സാധിക്കും. ഓക്കെ, അതായത് കൂട്ടത്തിൽ തന്നെ ഒരാളെ പിടിച്ചിട്ട് നമ്മൾ അതിന്റെ ജീൻസ് ഒക്കെ മാറ്റി കൊടുക്കുന്ന പരിപാടി. അങ്ങനെയുള്ള മോസ്കിറ്റോ ആണ് വോൾബോച്ചിയ ഇൻഫെക്റ്റഡ് മോസ്കിറ്റോസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്തരത്തിലുള്ള മോസ്കിറ്റോസിന് വെച്ച് കഴിഞ്ഞാൽ പോലും നമുക്ക് ഇതിന്റെ പോപ്പുലേഷൻസ് കുറക്കാൻ സാധിക്കും. ബട്ട് ഇത് ഒരു ലാർജ് സ്കെയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. കാരണം വെച്ചാൽ മോസ്കിറ്റോസിനെ പിടിച്ച് അതിന്റെ ജീൻസ് ഒക്കെ എഡിറ്റ് ചെയ്ത് ഈ രീതിയിലേക്ക് മറ്റു മോസ്കിറ്റോസിനും കൂടി എഫക്ട് ചെയ്യിപ്പിച്ചിട്ട് കൊല്ലപ്പെടുത്തുന്ന പരിപാടിയൊന്നും നമുക്കൊരു ലാർജ് സ്കെയിലിൽ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം അത്രത്തോളം ഹൈ കോസ്റ്റ് ആണ് വരുന്നത്. അതുകൊണ്ട് ഇതൊരു വളരെ വലിയ പ്രിവെന്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്, നമുക്ക് പറയാൻ സാധിക്കില്ല. ഇനി എഫക്റ്റീവ് സ്ട്രാറ്റജീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ്. ദ ബെസ്റ്റ് സ്ട്രാറ്റജി ഫോക്കസിംഗ് ഓൺ റിമൂവിംഗ് ബ്രീഡിംഗ് സൈറ്റ്സ്. അപ്പൊ ഏറ്റവും ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബ്രീഡിംഗ് സൈറ്റുകൾ കുറക്കുക. അതായത് സ്റ്റാൻഡിംഗ് വാട്ടർ, റെഗുലർ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസൽ, അതുപോലെ തന്നെ പ്രൊട്ടക്റ്റീവായ ക്ലോത്തിങ്, റെപ്പലന്റുകൾ ഉപയോഗിക്കുക. ഈ സ്റ്റാൻഡിംഗ് വാട്ടേഴ്സ് ആണ് ഇതിന്റെ ബ്രീഡിംഗ് സൈറ്റുകൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. വേസ്റ്റ് ഒക്കെ പ്രോപ്പറായി റിമൂവ് ചെയ്യുക. ഡിസ്കാർഡ് ആയിട്ടുള്ള പ്ലാസ്റ്റിക്കുകൾ, വാട്ടർ സ്റ്റോറേജ് ചെയ്യുന്ന സാധനങ്ങൾ, അതൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം. അപ്പം ഹെൽത്ത് അതോറിറ്റീസ് പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്കൊരു ബോട്ടം അപ്പ് അപ്രോച്ച് എടുക്കാം. ഈ ഒരു ടേം നിങ്ങൾ നോക്കി വെച്ചോളൂ, നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സയൻസ് റൈറ്റിംഗിൽ ഉപകാരപ്പെടും. അപ്പോൾ ഈ ബോട്ടം അപ്രോച്ച്, ദാറ്റ് മീൻസ് ഏറ്റവും ടോപ്പ് ലെവലിൽ നിന്ന് ഗവൺമെന്റ് കാര്യങ്ങൾ ചെയ്യുന്നതിന് പകരമായിട്ട് ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ബോട്ടം ലെവൽ വെച്ചാൽ എവിടെയാണ്? ഏകദേശം നിങ്ങൾ ഈ ഒരു കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ മാറ്റി നിർത്തുക. ട്രെയിൻഡ് ഹെൽത്ത് കെയർ വർക്കേഴ്സ്, ആശാ വർക്കേഴ്സ്, അംഗനവാടി വർക്കേഴ്സ്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ കാണുന്ന പോലുള്ള ഹരിതകർമ്മ സേന പോലുള്ള ആളുകളൊക്കെ കൊണ്ട് എന്ത് ചെയ്യുക, ഇതിന്റെ ബ്രീഡിംഗ് സൈറ്റുകൾ ഒഴിവാക്കുക. അങ്ങനെ ഏറ്റവും ബോട്ടം ലെവലിൽ നിന്ന് ടോപ്പിലേക്ക് പോകുന്ന കണ്ടീഷനാണ് നമ്മൾ ബോട്ടം അപ്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ പോളിസി റെക്കമെൻഡേഷൻ പറഞ്ഞിരിക്കുന്ന മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുനിസിപ്പാലിറ്റി ഷുഡ് പ്രയോറിറ്റൈസ് റെഗുലർ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ആൻഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. മുനിസിപ്പാലിറ്റീസ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക ഇങ്ങനെ വേസ്റ്റ് ഡിസ്പോസൽ അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള വാട്ടേഴ്സുകൾ ഇല്ലാതിരിക്കാനും അതുപോലെ തന്നെ മോസ്കിറ്റോ പോപ്പുലേഷൻസ് ട്രാക്ക് ചെയ്യാം. ബെറ്റർ ആയിട്ടൊരു പാറ്റേൺ എവിടെയായിരിക്കും നമുക്ക് ഔട്ട് ബ്രേക്ക്, അതായത് ഏറ്റവും കൂടുതൽ മോസ്കിറ്റോസ് ഉള്ള സമയത്ത് ചിലപ്പോൾ അവിടെ ചിക്കൻ ഗുനിയ ബാധിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ മെയിൻ ആയിട്ട് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കൽ പാർട്ടിസിപ്പേഷൻ. ഞാൻ ഇന്നലത്തെ ന്യൂസിലും പറഞ്ഞ കാര്യം ലോക്കൽ പാർട്ടിസിപ്പേഷൻസ് കൊണ്ടുവരാം. കാരണം ഗവൺമെന്റ് മാത്രം ചെയ്തുകൊണ്ട് എല്ലാവരും അനുസരിക്കണമെന്നില്ല. പ്രോപ്പർ ആയിട്ടുള്ള ലോക്കൽ പാർട്ടിസിപ്പേഷൻസും ഒരു ഫിമിഗേഷൻ ബേസ്ഡ് അപ്രോച്ചും കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിൽ എന്താണ് വേ ഫോർവേഡ് അല്ലെങ്കിൽ പോളിസി റെക്കമെൻഡേഷൻ പറയുന്നത്. പിന്നെ എല്ലാവരും എഡ്യൂക്കേറ്റ് ചെയ്യുക, ഒരു എഡ്യൂക്കേഷൻ ഔട്ട്റീച്ച് കൊണ്ടുവരാം. എന്താണ് നമ്മൾ വീടുകൾ എങ്ങനെ വൃത്തിയാക്കണം, വൃത്തിയാക്കുന്നതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, സീസണബിൾ ആയിട്ടുള്ള നിങ്ങൾ എങ്ങനെ പ്രിക്കോഷൻസ് എടുക്കണം, സ്റ്റോറേജ് വാട്ടർ സ്റ്റോറേജ് പ്രാക്ടീസ്, നിങ്ങൾ എങ്ങനെ വാട്ടറൊക്കെ സ്റ്റോർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾ ഒരു എഡ്യൂക്കേറ്റ് ചെയ്യുക ആളുകളെ. എന്നിരുന്നാൽ പോലും നമുക്ക് ഇതിന്റെ ബ്രീഡിംഗ് സൈറ്റുകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിംഗ് സൈറ്റുകൾ ഒഴിവാക്കാന്നുള്ളതാണ്. ഓക്കെ, അത്രയുമാണ് നമുക്ക് ഒരു ആർട്ടിക്കിൾ നോക്കാനുള്ളത്. മൂവിംഗ് ഓൺ ടു ദ ഫൈനൽ ആർട്ടിക്കിൾ. ക്യാൻ വൾച്ചേഴ്സ് ഹെൽപ്പ് പ്രിവെന്റ് പാൻഡമിക്സ്? അതായത് വൾച്ചേഴ്സ് മീൻസ് കഴുകന്മാർ. അത് ഈ പാൻഡമിക്സിനെ എന്താണ് പ്രിവെന്റ് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. GS Paper 3 എൻവയോൺമെന്റ്, ബയോഡൈവേഴ്സിറ്റി, GS Paper 2 ഗവേണൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്. അപ്പം വൾച്ചേഴ്സിനെ കൊണ്ട് നമ്മുടെ എങ്ങനെയാണ് പാൻഡമിക്സ് വെച്ച് കഴിഞ്ഞാൽ രോഗങ്ങൾ എന്ന് വേണം പറയാം. അപ്പം അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് പറയാം പാൻഡമിക്സിന്. അപ്പൊ എങ്ങനെയാണ് വൾച്ചേഴ്സ്, കഴുകന്മാർ എങ്ങനെയാണ് ഈ പാൻഡമിക്സിനെ തടയുന്നത്? ഇന്ത്യയിൽ നിന്നല്ല, ലോകത്ത് എവിടെയാണെങ്കിൽ പോലും. അപ്പൊ ഇന്ത്യയിലെ കണ്ടീഷൻസ് മാത്രം നമുക്ക് എടുക്കാം ഈ ഒരു ന്യൂസിന്റെ അകത്ത്. ഇപ്പൊ വൾച്ചേഴ്സിന്റെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? കർക്കാസസ് ആയിരിക്കും. ദാറ്റ് മീൻസ് അനിമൽസ് ഒക്കെ ഡെഡ് ആയതിനു ശേഷമുള്ള അതിന്റെ ഡെഡ് ബോഡീസ് ആയിരിക്കും എന്താണ് ഇതിന്റെ വൾച്ചേഴ്സിന്റെ കഴുകന്മാരുടെ മെയിൻ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ, പാൻഡമിക്സുകളൊക്കെ ഉണ്ടാവുന്നതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഡെഡ് ബോഡികളിൽ നിന്നാണ്. ദാറ്റ് മീൻസ് ഏതെങ്കിലും ഒരു ജീവി മരണപ്പെടുന്നു, ആ ജീവി മരണപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ മണ്ണിൽ അലിഞ്ഞു പോകുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ജീവിക്ക് ഉണ്ടായിരിക്കുന്ന എല്ലാ അസുഖങ്ങളും ആ മണ്ണിൽ അലിയുന്നു. അപ്പൊ മണ്ണ് വഴി മറ്റ് ജീവജാലങ്ങൾക്കും അതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് പോകും. അപ്പം ആ ഒരു മൃതദേഹം അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി എത്രയും പെട്ടെന്ന് അവിടുന്ന് റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ജീവി ഭക്ഷിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ നമുക്ക് വൾച്ചേഴ്സ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത്തരമുള്ള കർക്കാസസ്, അനിമൽസിന്റെ കർക്കാസസ് ഒക്കെ വരുന്ന സമയത്ത് ആളുകളായിട്ടല്ലോ പറയുന്നത്. ഇപ്പൊ അനിമൽസിന്റെ ആണെങ്കിലും കൂടുതലാണെങ്കിലും അതിനെയൊക്കെ ആര് ഭക്ഷിച്ചോളും? ഈ പറഞ്ഞിരിക്കുന്ന കഴുകന്മാർ വന്നിട്ട് കൊത്തിത്തുന്നോളും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇത്തരത്തിലുള്ള സൊണോട്ടിക് ഡിസീസസുകൾ, സൊണോട്ടിക് ഡിസീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവജാലങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന ഡിസീസിനാണ് നമ്മൾ സൊണോട്ടിക് ഡിസീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ഡിസീസ് ആയിട്ടുള്ള ആന്ത്രാക്സ്, ക്ലോസ്ട്രിഡിയം, ബോട്ടുലീനിയം, റാബീസ് തുടങ്ങിയിരിക്കുന്ന രോഗങ്ങളെ നമുക്ക് തടയാൻ സാധിക്കും. അപ്പൊ ആക്ച്വലി ഈ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിലുള്ള കർക്കാസസ്, ദാറ്റ് മീൻസ് ഡെഡ് ബോഡികൾ അഴുകിച്ചേർന്ന് ഉണ്ടാവുന്ന ആ ഒരു ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നത്? മരണപ്പെടുമ്പോൾ തന്നെ ആ ഡെഡ് ബോഡി കംപ്ലീറ്റ്ലി ഭക്ഷിച്ച് കളയുന്നു. 1990 ശേഷം ഇന്ത്യയിൽ ഏകദേശം ഒരു വൾച്ചർ ഡിക്ലൈൻ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം വൾച്ചേഴ്സ് ഡിക്ലൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത്
സ്ഥലത്ത് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും എന്താണ് ഹെൽത്ത് റിസ്ക് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിന്റെ മെയിൻ കാരണം എന്ന സമയത്ത് ഈ കർക്കാസസ്, അൺപ്രൊസസ്ഡ് ആയിട്ടുള്ള കർക്കാസസ്, അതുപോലെ തന്നെ അങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന ഡെഡ് ബോഡികൾ, കർക്കാസസ് വെച്ച് കഴിഞ്ഞാൽ ഡെഡ് ബോഡികളാണ് ആക്ച്വലി മീൻ ചെയ്യുന്നത്. ഇത് എന്താണ് മണ്ണിലേക്ക് കഴുകിച്ചേരുക അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് കഴുകിച്ചേരുക, അത് ഹ്യൂമൻസിലേക്ക് എത്തിപ്പെടുക, അങ്ങനെ പലതരത്തിലുള്ള സോണോട്ടിക് ഡിസീസ് ഉണ്ടാവുന്നു. അപ്പൊ കാരണം എന്തായിരുന്നു? വൾച്ചേഴ്സ് ഇല്ല. 1990 മുതൽ 95% കഴുകന്മാരാണ് ഇന്ത്യയിൽ നിന്ന് ഇല്ലാതായിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിച്ചു? ഈ കർക്കാസസ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഡെഡ് ബോഡീസ് വെറുതെ അവിടെ കിടക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യസ് വൾച്ചർ ക്രൈസിസ് ആൻഡ് എമർജിംഗ് ത്രെറ്റ്സ്. ഇന്ത്യസ് വൾച്ചർ പോപ്പുലേഷൻ once numbered over 40 million but is now drastically reduced, making it harder to manage carcasses disposal, increasing the risk of epidemic outbreaks. അതായത് ഇന്ത്യയിൽ ഒരു കാലത്ത് 40 മില്യൺ വൾച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ വളരെയധികം 95% അതിന്റെ എന്താണ് കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കർക്കാസസ് മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതിന്റെ ഡിസ്പോസലൊക്കെ വളരെ വലിയൊരു ടാസ്ക് ആണ്. പ്രത്യേകിച്ച് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാടുകളിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൃതദേഹങ്ങളൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഈ ജീവജാലങ്ങളുടെ കർക്കാസസ് ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ പലപ്പോഴും ഈ ഒരു ഹെൽത്ത് റിസ്കിന് കാരണമാവാറുണ്ട്. അപ്പോൾ വൾച്ചേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്, വൾച്ചേഴ്സിനെ മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ പ്ലേയിങ് എൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ കൺട്രോൾ ആൻഡ് ഡിസീസ് ഓവർ വാസ്റ്റ് ലാൻഡ്സ്കേപ്പ് ആൻഡ് അക്രോസസ് മെനി കൺട്രീസ് ആൻഡ് എക്കോസിസ്റ്റം. അപ്പം വൾച്ചേഴ്സ് ഈ സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേന്റെ ഭാഗമാണ്. എന്താണ് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ദൂരം സഞ്ചരിക്കുന്ന, അല്ലെങ്കിൽ ഏഷ്യന്റെ സെൻട്രൽ പാർട്ടിലൂടെ വളരെ ദൂരം സഞ്ചരിക്കുന്ന ഒരു കാറ്റഗറി ഓഫ് ബേർഡ്സ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ പെടുന്നതാണ് വൾച്ചേഴ്സ്. അതായത് ഒരുപാട് ദൂരം പറന്ന് സഞ്ചരിക്കുന്നതാണ് വൾച്ചേഴ്സ്. അപ്പം ഒരുപാട് ഏരിയാസിന്റെ അകത്തേക്കുള്ള കർക്കാസസിനെ ഭക്ഷിക്കുകയും അങ്ങനെ എല്ലാ ഏരിയാസിലെയും അത്യാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോവുകയും ചെയ്യുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വൾച്ചേഴ്സ് ആണ്. അങ്ങനെ ആ എക്കോസിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതും ഈ എപ്പിഡമിക്സ് അല്ലെങ്കിൽ പാൻഡമിക് ഔട്ട്ബ്രേക്സ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നതും വൾച്ചേഴ്സ് ആണ്. ഓക്കെ, അപ്പം ഈ ഒരു കർക്കാസസ് മാനേജ്മെന്റിലെ ഗ്യാപ്പ് വന്ന സമയത്ത് അതിനെ ഡംപ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അതിന് ലാൻഡ് കംപ്ലീറ്റ്ലി അത് അഴുകിച്ചേരുന്ന സമയത്തൊക്കെ പലതരത്തിലുള്ള സ്പിൽ ഓവറുകൾ നടത്തും. ആ സ്പിൽ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അഴുകിച്ചേരുക എന്ന് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള ഡിസീസുകൾ അല്ലെങ്കിൽ സോണോട്ടിക് ഡിസീസുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇനി സ്ട്രാറ്റജീസ് ഫോർ പ്രൊട്ടക്ഷൻ ആൻഡ് പാൻഡമിക് പ്രിവെൻഷൻ. അപ്പൊ കൺസർവേഷൻ മിഷൻ. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്താണ് ഫോക്കസ് ചെയ്യുന്നത്? വൾച്ചേഴ്സിനെ കൺസർവ് ചെയ്യുക, കഴുകന്മാരെ കൺസർവ് ചെയ്യുക, അതിനെ റിക്കവർ ചെയ്തെടുക്കുക. നാഷണൽ ആക്ഷൻ പ്ലാൻ, പ്രൊട്ടക്റ്റഡ് ഏരിയാസ് ആൻഡ് ക്രോസ് ബോർഡർ ഏഷ്യൻ ഫ്ലൈവ് ഇനീഷ്യേറ്റീവ് തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൾച്ചറിനെ റിക്കവർ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ വൾച്ചറിന്റെ എണ്ണത്തിൽ നമുക്ക് വർധന വരുത്താം. അതിന് 5 പില്ലർ സ്ട്രാറ്റജിയാണ് ഇന്ത്യ യൂസ് ചെയ്യുന്നത്. 5 പില്ലർ സ്ട്രാറ്റജി എന്ന് പറയും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വൾച്ചേഴ്സിനെ ട്രാക്ക് ചെയ്യുക, വൾച്ചേഴ്സിനെയും ഈ കർക്കാസസിനെയും ട്രാക്ക് ചെയ്യുക. ഒരു റിയൽ ടൈം ഡാറ്റ നമ്മൾ സാറ്റലൈറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുക, ഈ പറഞ്ഞ കർക്കാസസിനെയും അതുപോലെ തന്നെ വൾച്ചേഴ്സിനെയും ട്രാക്ക് ചെയ്യുക. എവിടെയൊക്കെയാണ് ചിലപ്പം ആ ഒരു കർക്കാസ് കൂടുതലുള്ള സ്ഥലത്ത് ചിലപ്പോൾ ഒരു സോണോട്ടിക് ഡിസീസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കും. അപ്പൊ അതിന് നമുക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാം. പിന്നെ ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, DSS. ഇപ്പൊ DSS എന്ന് വെച്ചാൽ നമ്മുടെ ഫീൽഡ് സർവൈലൻസ്, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെന്റ്, പബ്ലിക് ഹെൽത്ത് ഏജൻസീസ്. അതായത് നേരിട്ട് പോയി ഫീൽഡിൽ പോയി സർവൈലൻസ് ചെയ്യുക. ലൈഫ് സ്റ്റോക്സിന് മാനേജ്, ലൈഫ് സ്റ്റോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്നുകാലികളാണ്. അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയാണ്, ഈ പബ്ലിക് ഹെൽത്ത് ഏജൻസികൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പ്രോപ്പർ ഇന്റഗ്രേറ്റഡ് സിസ്റ്റത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം. പിന്നെ ഇന്റഗ്രേറ്റഡ് വൺ ഹെൽത്ത് അപ്രോച്ച്, അതായത് മനുഷ്യന്മാർ മാത്രം കുറച്ച് കാര്യമായിട്ട് കാണുക, ആനിമൽസിനെ ആനിമൽസ് ഒക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ അതിന് ആ രീതിയിൽ കാണാതിരിക്കുക എന്നുള്ള കണ്ടീഷൻസ് മാറിയിട്ട് വൺ ഹെൽത്ത് അപ്രോച്ച് എടുക്കുക. ദാറ്റ് മീൻസ് അനിമൽസ് ആയിക്കോട്ടെ, ഹ്യൂമൻ ആയിക്കോട്ടെ, എൻവയോൺമെന്റ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഒരേ രീതിയിൽ കാണാൻ ശ്രമിക്കുക. എല്ലാ കർക്കാസസ് ആയിക്കോട്ടെ, എല്ലാ ഡെഡ് ബോഡീസ് ആയിക്കോട്ടെ, എല്ലാത്തിനെയും ഒരേ രീതിയിൽ ഫോക്കസ് ചെയ്ത് അതിനെ ഡംപ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി ക്രോസ് ഏജൻസി ആൻഡ് ട്രാൻസ്ബൗണ്ടറി കൺസർവേഷൻ കൊളാബറേഷൻസ് കൊണ്ടുവരാം. ദാറ്റ് മീൻസ് പല രാജ്യങ്ങളുമായിട്ട് നമുക്ക് ഏജൻസികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ റിസർച്ച് ടീമുമായിട്ടോ അല്ലെങ്കിൽ ടെലിമെട്രി അങ്ങനെ തുടങ്ങിയിരിക്കുന്ന പല ആളുകളുമായിട്ട് നമുക്ക് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അപ്രോച്ച്. ദാറ്റ് മീൻസ് സെൻട്രൽ ഏഷ്യൻ ഫ്ലൈവേയിലാണല്ലോ ഇപ്പൊ രാജ്യങ്ങൾ മൊത്തം പറഞ്ഞെടുക്കാണ് വൾച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ വൾച്ചേഴ്സ് ഉണ്ടെങ്കിൽ മറ്റ് അവിടുത്തെ ഏജൻസികളുമായിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അതിന്റെ പോപ്പുലേഷൻസ് ഇൻക്രീസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് കൊണ്ടുപോകാം. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഇൻ വൾച്ചർ ആൻഡ് ബയോഡൈവേഴ്സിറ്റി പ്രോഗ്രാംസ്. അത് വൾച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകൾ എന്ന് വെച്ചാൽ വീട് കെട്ടി കൊടുക്കുന്ന കാര്യങ്ങളല്ല പറയുന്നത്. അതിനാവശ്യമായിട്ടുള്ള അതിന്റെ പ്രൊട്ടക്ഷൻസ് എങ്ങനെയാണോ അല്ലെങ്കിൽ അതിന്റെ ജീവിതശൈലി എങ്ങനെയാണോ അതിനാവശ്യമായിട്ടുള്ള ലെവലിൽ നമ്മൾ ആ ഒരു ഏരിയാസിനെ സെറ്റ് ചെയ്ത് കൊടുക്കും. ഇനി കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് കമ്മ്യൂണിറ്റി cost effectiveness and community role. Conservation is far cheaper and more effective than responding to outbreaks. Vultures act as frontline disease barriers, providing ecosystem services for free. അതായത് വൾച്ചേഴ്സ് എപ്പോഴും ഒരു ഫ്രണ്ട് ലൈൻ ഡിസീസ് ബാരിയേഴ്സ് ആണ്. നേരത്തെ പറഞ്ഞാൽ തന്നെ വൾച്ചേഴ്സ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എല്ലാ രീതിയിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന വൾച്ചേഴ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതിന്റെ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാൻഡമിക് ഉണ്ടായിട്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് പാൻഡമിക് ഉണ്ടാവുന്നതിന് മുന്നേ അതിന് കാരണമാവുന്ന വൾച്ചേഴ്സിനെ എന്ത് ചെയ്യാം, ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക, വൾച്ചേഴ്സിന്റെ എണ്ണം കൂട്ടാൻ ശ്രമിക്കുക. ഓക്കെ,
ഇത്രയുമാണ് നമുക്ക് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഡൗട്ട്സുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, എനിവേ താങ്ക് യു ആൻഡ് ഗുഡ് ബൈ.